ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കവിത പഠിക്കാം. ഇത് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ബഹുത് ദിനോം കെ ബാദ്. എഴുതിയിട്ടുള്ളത് നാഗാർജുൻ. നാഗാർജുൻ്റെ ഗ്രാമീണ ഭംഗിയെപ്പറ്റി പറയുന്ന മനോഹരമായ ഒരു കവിതയാണ് ഇത്. കവിതയിലോട്ട് പോകുന്നതിന് മുമ്പ് നാഗാർജുനെപ്പറ്റി നമുക്ക് 2 വാക്ക് പഠിക്കാം. नागार्जुन हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. उनका मूल नाम वैद्यनाथ मिश्र है. उन्होंने मैथिली, बंगला तथा संस्कृत में भी रचनाएं की है. सतरंग के पंखों वाली, रतिनाथ की चाची, बलचनमा, वरुण के बेटे आदि उनकी प्रमुख रचनाएं हैं. भारत भारती सम्मान, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി से वे विभूषित है. അപ്പം ഹിന്ദിയുടെ പ്രഗതിശീല സാഹിത്യകാരനായ നാഗാർജുൻ ജനിച്ചത് ബീഹാറിലെ ദർഭംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വൈദ്യനാഥ് മിശ്ര എന്നാണ്. അതുപോലെ മൈഥിലി, ബംഗാളി, അതുപോലെ സംസ്കൃത ഭാഷകളിലൊക്കെ അദ്ദേഹം രചനകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് സതരംഗെ പങ്കോവാലി, രതിനാഥ് കി ചാച്ചി, ബലചനമ, വരുൺ കെ ബേട്ടെ മുതലായവ. ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹം ജനിച്ചത് ഉनका जन्म 30 जून 1911 में और मृत्यु 5 नवंबर 1998 में. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ബഹുത് ദിനോം കെ ബാദ്. അപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു ഗ്രാമീണ ഭംഗിയെപ്പറ്റി അഥവാ പ്രകൃതി ഭംഗിയെപ്പറ്റി പറയുന്ന കവിതയാണെന്ന്. ഒരുപാട് നാളുകൾക്ക് ശേഷം പട്ടണത്തിൽ നിന്ന് മടങ്ങി തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തി നാഗാർജുൻ തൻ്റെ ഗ്രാമത്തിലെ കാര്യങ്ങൾ ആണ് ഈ കവിതയിലൂടെ പറയുന്നത്. ബഹുത് ദിനോം കെ ബാദ്. ബഹുത് ദിനോം കെ ബാദ് എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസയായിട്ട് പഠിക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. ബഹുത് ദിനോം കെ ബാദ് അബ്കി मैंने जी भर देखी पकी सुनहली फसलों की मुस्कान ബഹുത് ദിനോം കെ ബാദ്. അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, मैंने ഞാൻ, जी भर മനസ്സു നിറയെ, देखी കണ്ടു, പക്കി സുൻഹലി ഫസലോं की മുസ്കാൻ. പക്കി എന്ന് വെച്ചാൽ പാകമായി കിടക്കുന്ന, സുൻഹലി എന്ന് വെച്ചാൽ ഗോൾഡൻ നിറമുള്ള, ഫസലോं എന്ന് വെച്ചാൽ വിളകളുടെ, ഫസലോं की എന്ന് വെച്ചാൽ വിളകളുടെ, മുസ്കാൻ എന്ന് വെച്ചാൽ ചിരി. അപ്പോൾ എന്താ പറയുന്നത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ കണ്ടു പാകമായി കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള വിളകളുടെ ആ പുഞ്ചിരി. അത് ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കണ്ടു. ഇനി സെക്കൻഡ് സ്റ്റാൻസ. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ സുൻ പായ ധാൻ കൂട്ടത്തി കിശോരിയോं की കോകില കണ്ഠി താൻ ബഹുത് ദിനോം കെ ബാദ്. എന്താ പറയുന്നത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ സുൻ പായ, ഇപ്പോൾ ഞാൻ, ജി ഭർ സുൻ പായ മനസ്സു നിറയെ, അതായത് എനിക്കിപ്പോൾ മനസ്സു നിറയെ കേൾക്കാൻ കഴിഞ്ഞു. എന്താ കേൾക്കാൻ കഴിഞ്ഞേ? ധാൻ കൂട്ടത്തി കിശോരിയോं की, അതായത് ധാൻ കൂട്ടുന്ന എന്ന് വെച്ചാൽ നെല്ല് കുത്തുന്ന, കിശോരിയ എന്ന് വെച്ചാൽ ബാലികമാർ, അതായത് കല്യാണമൊന്നും കഴിയാത്ത സ്ത്രീകളെ പറയുന്നതാണ് കിശോരിയം, ബാലികമാർ. കോകില കണ്ഠി താൻ, കുയിൽ നാദം. അപ്പം നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിൽ നാദം എനിക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ അടുത്ത വരി നോക്കിയേ. ബഹുത് ദിനോം കെ ബാദ് അബ്കി मैंने जी भर सूंघे मौलसिरी के ठेर ठेर से तासे ठटके फूल ബഹുത് ദിനോം കെ ബാദ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, मैंने जी भर सूंघे എനിക്ക്
മണം. സൂങ്ഖെന്ന് വെച്ചാൽ സ്മെല്ല്. അപ്പം എനിക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സ്മെല്ല് ചെയ്യാൻ പറ്റി. എന്ത്? മൗലസിരി കെ ഠേർ ഠേർ സേ. മൗലസിരി എന്ന് വെച്ചാൽ ഇലഞ്ഞി മരം. അപ്പം അതിൻ്റെ ഠേർ ഠേർ എന്ന് വെച്ചാൽ കൂമ്പാരം, കൂനായി കിടക്കുന്ന. താസേ ഠട്കെ എന്ന് വെച്ചാൽ മീനിങ് ഫ്രഷ്. അതായത് അതൊരു വേർഡാണ് കേട്ടോ, ഒറ്റൊരു വേർഡാണ് താസേ ഠട്കെ. അതിൻ്റെ മീനിങ് ആണ് ഫ്രഷ് ആയിട്ടുള്ള. ഫൂൾ എന്ന് വെച്ചാൽ പൂവ്. അപ്പം മൗലസിരി കെ ഠേർ ഠേർ സേ താസേ ഠട്കെ ഫൂൽ. ഇലഞ്ഞിപ്പൂക്കൾ, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഇലഞ്ഞിപ്പൂക്കളുടെ മണം കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് കിട്ടി. അതിൻ്റെ ആ സ്മെല്ല് എനിക്ക് കിട്ടി. ഇനി അടുത്ത വരിയിലോട്ട് പോവാം. ബഹുത് ദിനോं के बाद आपकी मैं जी भर छू पाया अपनी गंवई पगडंडी की ചന്ദന വർണ്ണി ധൂൽ. ബഹുത് ദിനോं के बाद, കുറേ നാളുകൾക്ക് ശേഷം അപ്കി മേ ജി ഭർ ചൂപ്പായ, ഇപ്പോൾ എനിക്ക് മനസ്സു നിറയെ. ചൂപ്പായ എന്ന് വെച്ചാൽ ടച്ച്, ചൂന എന്ന് വെച്ചാൽ തൊടുക, അതായത് ടച്ച് ചെയ്യാൻ കഴിഞ്ഞു. എന്ത്? അപ്പനി ഗംവൈ പകടണ്ടിക്ക്, തൻ്റെ ഗ്രാമത്തിൻ്റെ നടപ്പാതയിലെ ചന്ദനവർണ്ണി ധൂൽ, ചന്ദനവർണ്ണത്തിലുള്ള ആ പൊടി, അതെനിക്കിപ്പം തൊടാൻ കഴിഞ്ഞു. ബഹുത് ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം. ഇനി അടുത്ത വരിയിലോട്ട് പോവാം. ബഹുത് ദിനോं के बाद आपकी मैंने जी भर दाल मखाना खाया गन्ने चूसे जी भर. ബഹുത് ദിനോं के बाद, ബഹുത് ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്കി മേനെ ജി ഭർ ദാൽ മഖാന ഖായ, ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ താൽ മഖാന. താൽ മഖാന എന്ന് വെച്ചാൽ ഒരു ഔഷധ സസ്യത്തിൻ്റെ സീഡാണ്. അപ്പം മനസ്സ് നിറയെ ആ താൽ മഖാന ഞാൻ കഴിച്ചു. പിന്നെന്താ പറയുന്നത്? ഗന്നെ ചൂസേ ജി ഭർ. അതുപോലെ ഗന്നെ എന്ന് വെച്ചാൽ കരിമ്പ്, ചൂസ്ന എന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു കുടിക്കുക, ഇങ്ങനെ ചപ്പി കുടിക്കുക, അതിനാണ് ചൂസേ പറയുക. അപ്പം ഗന്നെ ചൂസേ ജി ഭർ, അപ്പം ആ കരിമ്പിൻ ജ്യൂസും എനിക്ക് കുടിക്കാൻ കഴിഞ്ഞു. ബഹുത് ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. പിന്നെന്താ പറയുന്നത്? ലാസ്റ്റ് വരി നോക്കാം. बहुत दिनों के बाद आपकी मैंने जी भर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर. बहुत दिनों के बाद, ഒരുപാട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ഭോഗെ, ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ. ഭോഗന എന്ന് വെച്ചാൽ എന്താ? അനുഭവിക്കുക, ആസ്വദിക്കുക. അപ്പം മനസ്സ് നിറയേക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, അല്ല ആസ്വദിക്കാൻ കഴിഞ്ഞു. എന്ത്? ഗന്ധ്, രൂപ്, രസ്, ശബ്ദ്, സ്പർശ്, ഇവയൊക്കെ സബ് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ, ഈ ഭൂമിയിൽ ഇവയൊക്കെ എനിക്കൊരുമിച്ച് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് കവിയുടെ പറയുന്നത്. ഗന്ധ് എന്ന് വെച്ചാൽ എന്താ? സുഗന്ധം. എന്ത്? അതായത് മൗലസിരി കെ ഠേർ ഠേർ സേ താസേ ഠട്കെ ഫൂല, ഇലഞ്ഞിപ്പൂ, ആ ഫ്രഷ് ആയിട്ടുള്ള ഇലഞ്ഞിപ്പൂക്കളുടെ മണം, അതാണിവിടെ സുഗന്ധമായി പറയുന്നത്. അതുപോലെ രൂപ്, എന്താ പറയുന്നത്? പ്രകൃതിയുടെ രൂപമല്ലേ. പക്കി സുൻഹലി ഫസലോങ്കി മുസ്കാൻ, പാകമായി കിടക്കുന്ന വിളകളുടെ ആ പുഞ്ചിരി. അതുപോലെ രസ്, ഗന്നെ ചൂസേക്ക് രസ്, അതായത് കരിമ്പിൻ ജ്യൂസ്, അതിൻ്റെ ആ രസം. പിന്നെ ശബ്ദം എന്താ പറയുന്നത്? ധാൻ കൂട്ടുത്തി കിശോരിയോ കി കോകില കണ്ഠി താൻ, നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിൽനാദം. സ്പർശ് എന്താ? അപ്പനി ഗംവയി പകടണ്ടിക്ക് ചന്ദനവർണ്ണി ധൂൽ, തൻ്റെ ഗ്രാമത്തിൻ്റെ നടപ്പാതയുടെ ആ ചന്ദനവർണ്ണത്തിലുള്ള ആ പൊടി, അതെനിക്ക് സ്പർശിക്കാനും കഴിഞ്ഞു. അപ്പം ഇതൊക്കെ ഈ കവിതയിലൂടെ നാഗാർജുൻ ഞങ്ങളോട് പറയുകയാണ്. അപ്പം ആ ഗ്രാമീണ ഭംഗിയെപ്പറ്റി പറയുന്ന നല്ല മനോഹരമായൊരു കവിത അല്ലേ, ബഹുത് ദിനോं के बाद. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു ക്ലാസ്സിലൂടെ കാണുന്നവരെ ബൈ.